ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡാസ്ലിംഗ് വ്യൂ. കർണാടകയിലെ കോലാർ ഡിസ്ട്രിക്റ്റിലെ മാലൂർ താലൂക്കിലുള്ള ചിക്ക തിരുപ്പതി ടെമ്പിളിലേക്ക് പോയ യാത്രാവിശേഷങ്ങളാണ് ഇന്നിവിടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഏകദേശം 1.5 മാസം മുമ്പാണ് കേട്ടോ ഞങ്ങളവിടെ പോയത്. ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിൽ നിന്നും ഏകദേശം 21 കിലോമീറ്റർ ദൂരം മാത്രമേ ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അഗ്നിദേവനാൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ട ക്ഷേത്രത്തിലേക്കുള്ളൂ. എന്താണ് ചിക്ക തിരുപ്പതി എന്നറിയാമോ? ചിക്ക എന്നാൽ ചെറുത്. കന്നഡയിൽ ചെറുത് എന്നാണ് ചിക്കയുടെ അർത്ഥം. ചെറിയ തിരുപ്പതി, അതായത് ആന്ധ്രയിലുള്ള തിരുമല തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ചെറിയ ഒരു പതിപ്പ്, ചെറിയൊരു ക്ഷേത്രം. ഈ കാണുന്നതാണ് പ്രധാന ഗോപുരം. അകത്ത് അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ടാണ്, അല്ലാത്തപ്പോൾ ഇത്രയും തിരക്കുണ്ടാവില്ല. അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നുണ്ടേ. കിച്ചുവിൻ്റെ മുടി മൊട്ടയടിക്കുക എന്നതാണ് ഞങ്ങളുടെ ഈ യാത്രയുടെ മെയിൻ അജണ്ട. തിരുപ്പതിയിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. കോവിഡ് കാരണം യാത്ര നീണ്ടുപോയി. കിച്ചുവിന് 2 വയസ്സുമായി. ഈ പുരാതന ക്ഷേത്രത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഒരു മഹാഭാരത കഥയിലൂടെയാണ്, അതായത് ദ്വാപരയുഗത്തിൽ. ഒരിക്കൽ അഗ്നിദേവന് യജ്ഞങ്ങൾ നടത്തുമ്പോഴുള്ള നെയ്യ് സ്ഥിരമായി സേവിച്ചതിൻ്റെ ഫലമായി കഠിനമായ വയറുവേദന വന്നു. അതിന് മരുന്നായി ബ്രഹ്മദേവൻ കാണ്ഡവവനത്തിലെ ഔഷധങ്ങൾ അഗ്നിദേവനോട് സേവിക്കാൻ പറഞ്ഞു. കാണ്ഡവദഹനം എന്നാണ് അത് അറിയപ്പെടുന്നത്. കാണ്ഡവദഹനം നടക്കുമ്പോൾ സംരക്ഷണത്തിനായി കൃഷ്ണന്റെയും അർജുനന്റെയും സഹായം അഗ്നിദേവൻ ചോദിച്ചിരുന്നു. പക്ഷേ നാഗരാജാവായ തക്ഷകന് കാണ്ഡവദഹന സമയത്ത് കാട്ടിലകപ്പെട്ട് പൊള്ളലേറ്റു. കോപിഷ്ഠനായ തക്ഷകൻ അഗ്നിദേവനെ അദ്ദേഹത്തിന്റെ തേജസ് എല്ലാം ക്ഷയിച്ചു പോകട്ടെ എന്ന് ശപിച്ചു. അഗ്നിദേവൻ ശിവഭഗവാനെ സമീപിച്ചെങ്കിലും മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു കൊള്ളാൻ അദ്ദേഹം അഗ്നിദേവനോട് പറഞ്ഞു. ഭഗവാൻ മഹാവിഷ്ണു അഗ്നിദേവന് ശാപവിമുക്തി നൽകി തേജസ് തിരിച്ചു നൽകി. അതിന്റെ സ്മരണാർത്ഥം അഗ്നിദേവൻ മഹാവിഷ്ണുവിന്റെ ഒരു വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു. ശ്രീ പ്രസന്ന വെങ്കടേശ്വരസ്വാമി എന്നാണ് ഭഗവാൻ ഇവിടെ അറിയപ്പെടുന്നത്. ഇന്ന് കാണുന്ന രീതിയിൽ ദ്രാവിഡിയൻ സ്റ്റൈലിൽ ഈ ക്ഷേത്രം പണിതുയർത്തിയത് 11-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരാണ്. 1000-ഓളം വർഷങ്ങൾ പഴക്കമുള്ള ഇതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങൾ കർണാടകത്തിലുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7:30 വരെ നമുക്കിവിടെ ദർശനം നടത്താം. ശ്രീകോവിലിനുള്ളിൽ ഫോട്ടോസ് എടുക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല. 3.5 അടി ഉയരമുള്ള കൃഷ്ണശിലയിൽ പണിഞ്ഞിരിക്കുന്ന മൂർത്തി താമരയുടെ ഷേപ്പുള്ള പത്മപീഠത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പ്രസന്ന വെങ്കടേശ്വര സ്വാമിയുടെ ഇരുവശങ്ങളിലുമായി ഭാര്യമാരായ ശ്രീദേവിയും ഭൂദേവിയും സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മൂർത്തിയുടെ വലത്തെ കൈപ്പത്തി മുകളിലേക്ക് ഉയർത്തിയാണ് പിടിച്ചിരിക്കുന്നത്. ഇതിനെ അഭയഹസ്തം എന്നാണ് പറയുന്നത്. അതേസമയം ആന്ധ്രയിലുള്ള തിരുമല തിരുപ്പതി ഭഗവാന്റെ വലത്തെ കൈപ്പത്തി താഴേക്കാണ് പിടിച്ചിരിക്കുന്നത്. ഇതിനെ വൈകുണ്ഠഹസ്തം എന്നാണ് പറയുന്നത്. നവരാത്രിയും വൈകുണ്ഠ ഏകാദശിയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ. ശ്രാവണ മാസത്തിൽ നടക്കുന്ന ബ്രഹ്മോത്സവത്തിൽ ഇവിടെ എല്ലാ കൊല്ലവും 70 അടി ഉയരത്തിൽ പുതിയ രഥം നിർമ്മിക്കുന്നു. ഇത് പിന്നീട് ഉപയോഗിക്കില്ല. ഇത്തരമൊരു രീതി പുരി ജഗന്നാഥ ടെമ്പിളിൽ മാത്രമാണുള്ളത്. തിരുപ്പതി തിരുമല വെങ്കടേശ്വര സ്വാമി ദർശനം ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ ഇവിടെ വന്ന് ദർശനം നടത്തി തല മുണ്ടനം ചെയ്യുന്നവർ ധാരാളമാണ്. കിച്ചുവിന്റെ തല മൊട്ടയടിച്ചു. കരയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. ഈ അമ്പലത്തിന് ചുറ്റും നിറയെ കടകളാണ്. കുപ്പിവളകളും ടോയ്സും മധുരപലഹാരങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. തിരുപ്പതിയിൽ പോയി ദർശനം നടത്തുന്ന അതേ ഫലമാണ്
ചിക്ക തിരുപ്പതി ദർശനം എന്ന് വിശ്വസിക്കപ്പെടുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, and for more videos, please subscribe my channel. Thank you.